വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്ഷൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഓൺലൈൻ ക്ലാസ്സാണിത്. എൻ്റെ പേര് അഭിലാഷ്. ഞാൻ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേങ്ങര, മലപ്പുറം ജില്ലയിൽ FRM ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ വൊക്കേഷണൽ ടീച്ചറായിട്ട് ജോലി വന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ നമ്മുടെ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. 2 മോഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ 3ാമത്തെ മോഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3ാമത്തെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, കാരണം അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഈ വർഷവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 മോഡ്യൂളാണ് പഠിച്ചത്. എന്താണ് മോഡ്യൂളിൻ്റെ പേര്? സ്റ്റുവേർഡ്. ഓക്കെ. 2ാമത്തെ മോഡ്യൂളിൻ്റെ പേര് കോമിങ്. ഓക്കെ. സോ സ്റ്റുവേർഡ് എന്താണ്, സ്റ്റുവേർഡിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് എന്താണ്, റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് എന്താണ്, കട്ട്ലറി, ക്രോക്കറീസ്, ഗ്ലാസ് വെയർ, അതുപോലെ തന്നെ ലേ ഔട്ടുകളും, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സർവീസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. പോരാത്തതിന് നമ്മൾ ഇൻഡസ്ട്രി, അതായത് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഇതിൽ ടൈപ്സ് ഓഫ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പഠിച്ച് 2ാമത്തെ മോഡ്യൂളിലേക്ക് നമ്മൾ കടന്നപ്പോൾ ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ 2ാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫുഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് F&B പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ, അതായത് കിച്ചൺ ഏരിയ എങ്ങനെയാണ്, കിച്ചൺ ഏരിയ സെറ്റിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഡെസിഗ്നേഷൻ എന്തൊക്കെയാണ് അവരുടെ ജോലികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട്, അതുപോലെ തന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, മാനുവൽ എക്യുപ്മെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കവർ ചെയ്തു. ഈ വർഷം നമ്മൾ 3ാമത്തെ മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3ാമത്തെ മോഡ്യൂളിൻ്റെ പേര് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പേര് കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ എന്നാണ് പേര്. കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ. ആ മോഡ്യൂളിൻ്റെ പേര് എല്ലാവരും ഓർത്ത് വയ്ക്കുക, കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ. അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസറിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പ്രൊഡക്ഷനും സർവീസിൻ്റെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആണ് കഴിഞ്ഞ വർഷം പഠിച്ചെങ്കിൽ ഈ മോഡ്യൂൾ 2 ഡിപ്പാർട്ട്മെന്റിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ മോഡ്യൂളിന്റെ യൂണിറ്റുകളെ ഒന്ന് പരിചയപ്പെടാം. നമുക്കല്ല, യൂണിറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് 1 ഫിഷ് ആൻഡ് മീറ്റ് കുക്കറി. ഓക്കെ. ആൻഡ് യൂണിറ്റ് 2 ചീസ്, പാസ്ത ആൻഡ് സാൻഡ്വിച്ചസ്. ആൻഡ് യൂണിറ്റ് 3 ബേക്കറി ആൻഡ് സ്വീറ്റ്സ്. അതുപോലെ തന്നെ യൂണിറ്റ് 4 ഇന്റർനാഷണൽ ആൻഡ് റീജിയണൽ ക്യൂസീൻസ്. യൂണിറ്റ് 5 ടൈപ്സ് ഓഫ് സർവീസ് ആൻഡ് മെനു പ്ലാനിംഗ്. ആൻഡ് യൂണിറ്റ് 6 ആൽക്കഹോളിക് ബിവറേജസ് ആൻഡ് ദ സർവീസ്. യൂണിറ്റ് 7 ഫംഗ്ഷൻ കാറ്ററിംഗ്. ഇങ്ങനെ 7 യൂണിറ്റുകൾ അടങ്ങുന്നതാണ് നമ്മുടെ മോഡ്യൂൾ, അതായത് കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസറുടെ മോഡ്യൂൾ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷനും യൂണിറ്റുകളൊക്കെ നമ്മൾ എഴുതി വെക്കുക. യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ട്സിൽ നിങ്ങൾ എഴുതി വെക്കണം. ഡിസ്പ്ലേ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾ നോക്കി യൂണിറ്റുകൾ ആദ്യം എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ബേസ് കിട്ടിയാൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എത്ര യൂണിറ്റ് ഉണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ യൂണിറ്റുകളുടെ പേരുകളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ മോഡ്യൂളിൻ്റെ പേരും യൂണിറ്റിൻ്റെ പേരും നിങ്ങളുടെ FRMൻ്റെ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് നോട്ടീസിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ. സോ വിൽ ഗോ ടു ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് എന്താ നോക്കാം. മോഡ്യൂളിൻ്റെ പേര് എന്താണ്? ഫിഷ് ആൻഡ് മീറ്റ് കുക്കറി. ഫിഷ് ആൻഡ് മീറ്റ് കുക്കറി. സോ ഫിഷ് ആൻഡ് മീറ്റ് കുക്കറി നിങ്ങൾ വളരെ പരിചിതമായിട്ടുള്ള 2 വാക്കുകളാണ് അല്ലേ. ഒന്ന് ഫിഷ്, ഒന്ന് മീറ്റ്, മത്സ്യം, മാംസം അല്ലേ. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. എല്ലാവർക്കും നോൺ വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഫിഷും മീറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തലങ്ങളിലേക്കാണ് ഈ ചാപ്റ്ററിലേക്ക് പോകുന്നത്. ഫിഷ് എന്താണ്, ഫിഷിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ടൈപ്സ് എന്തൊക്കെയാണ്, മീറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ആദ്യത്തെ ചാപ്റ്ററാണ് മോഡ്യൂളിൽ. അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്ററുമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുമാണ് ഫിഷ്. ഓക്കെ. അപ്പോൾ ഫിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, എല്ലാവർക്കും അറിയാം. മീൻ അല്ലെങ്കിൽ മത്സ്യം എന്നൊക്കെ പറയുന്നതിനാണ് ഫിഷ് എന്ന് പറയുന്നത്. ഓക്കെ. ഫിഷിന്റെ ചാപ്റ്ററാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു തമാശ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷ് എന്നാണ്.
ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷിനെ എങ്ങനെ തരംതിരിക്കാം, നമുക്ക് പല രീതിയിൽ തരംതിരിക്കലുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാല്യുവേഷന് പോയപ്പോൾ കണ്ട ഒരു കോമഡി, ടൈപ്സ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷ് എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ഒരു കുട്ടി ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, തൈക്കുടം ബ്രിഡ്ജിന്റെ ആൽബം, അയില, മത്തി, ചൂര, കോര, കരിമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മീനിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് മത്സ്യങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് സ്വന്തം വായിച്ച് ചിരിച്ചു പോയാൽ, കാരണം അവൻ എഴുതിയിരിക്കണം നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന ഫിഷുകളുടെ പേരാണ്. പക്ഷെ ഇവിടെ പഠിക്കാൻ പോകുന്ന നമ്മൾ അതല്ല. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക, നമ്മൾ എങ്ങനെ ഫിഷിനെ തരം തിരിക്കാം എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുക. ഇപ്പം നമ്മൾ പല രീതിയിൽ പല കാര്യങ്ങൾ നമ്മൾ തരംതിരിക്കാറുണ്ട്. ഇപ്പോൾ ഫിഷിൽ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷിൽ 2 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യം ഒരുപാട് സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. മലയാളത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പേരുകൾ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് തൊട്ടടുത്ത്. അതെന്താ വെച്ചാൽ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം പല വാക്കുകളും നമ്മൾ കേൾക്കാത്ത, അതല്ലെങ്കിൽ ഡെയിലി യൂസിൽ നമ്മൾ കേൾക്കാത്ത വാക്കുകളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിന്റെ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് പഠിക്കാം. അപ്പം അങ്ങനെ പഠിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡിസ്പ്ലേ കാണിച്ചു തരുന്നത്. അപ്പം ആ ഡിസ്പ്ലേ നോക്കി മലയാളത്തിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അത് തന്നെ പഠിച്ച് അത് തന്നെ വായിച്ച് നിങ്ങൾ പഠിക്കുക. ജസ്റ്റ് ലെറ്റ് സി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ആദ്യം വരുന്നത് ക്ലാസിഫിക്കേഷൻ. ആദ്യം ഫിഷിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ദാറ്റ് ഇസ് ഫിൻ ഫിഷ് ആൻഡ് ഷെൽ ഫിഷ്. ഓക്കെ, അപ്പൊ 2 രീതിയിലാണ് ആദ്യം തന്നെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഫിൻ ഫിഷും ഷെൽ ഫിഷും. ഓക്കെ, അപ്പൊ ഈ 2 ഫിഷിനെ ക്ലാസിഫൈ ചെയ്തു. ഇനി എന്താണ് ഫിൻ ഫിഷ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ഷെൽ ഫിഷ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ പോകുന്നത്. തൽക്കാലം നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്ത ക്ലാസിഫിക്കേഷൻസ് എല്ലാം തന്നെ ഒന്ന് ജസ്റ്റ് വായിച്ച് അതിന്റെ പേര് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോന്നിലേക്ക് പോകാം. ഓക്കെ, let's see. So fish is classified into fin fish and shellfish. Fin fish again classified into oily or round fish, അതല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫിഷ്. ഇനി ഷെൽഫിഷിനെ നമ്മൾ ആദ്യം 2ആയിട്ട് തരംതിരിക്കും, മൊലൂസ്കസ് ആൻഡ് ക്രസ്റ്റേഷ്യൻസ്. അതുപോലെ തന്നെ മൊലൂസ്കസിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് തരംതിരിക്കും, ബൈവോൾസ് ആൻഡ് യൂണിവോൾസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫിഷിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം എങ്ങനെയാന്നുള്ളത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, അതിന്റെ ചാർട്ടുകൾ മനസ്സിലാക്കി വെക്കുക, പേരുകൾ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഫിൻ ഫിഷ്, ഷെൽ ഫിഷ് 2 രീതി ക്ലാസിഫൈ ചെയ്തു. ഫിൻ ഫിഷിനെ വീണ്ടും ഓയിലി ഓർ റൗണ്ട് ഫിഷ്, ഷെൽ ഫിഷിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു, മൊലൂസ്കസ് ആൻഡ് ക്രസ്റ്റേഷ്യൻസ്. മൊലൂസ്കസിനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ബൈവോൾസും അതുപോലെ തന്നെ യൂണിവോൾസും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, കറക്റ്റ് ആണോ? നമുക്കിതിൽ ഫിൻഫിഷ് മാത്രം നോക്കാം. ഫിൻഫിഷ് എന്താണ്, ഫിൻഫിഷിനെ എങ്ങനെ, ആ ഒരു സെക്ഷൻ കൂടി നമുക്ക് ഓരോന്നായിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫിൻഫിഷിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഫിൻഫിഷ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഫിൻഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are vertebrates which have backbone. അതായത് വെർട്ടിബ്രേറ്റ്സ് ഉദ്ദേശിക്കുന്നത് നട്ടെല്ലുള്ള ഫിഷിനെയാണ്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മുള്ളുള്ള നട്ടെല്ലുള്ള മുള്ള് അല്ലെ, നട്ടെല്ലുള്ള വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയും. അത്തരം മീനുകളെ നമ്മൾ എന്ത് പറയും, ഫിൻഫിഷ് എന്ന് പറയും. പിന്നെ അത് മാത്രമല്ല, ദേ ഹാവ് സ്കിൻ ആൻഡ് സ്കെയിൽസ്. അതായത് അവർക്ക് ചിറകുകൾ ഉണ്ടായിരിക്കും, ചെളുക്കുകൾ ഉണ്ടായിരിക്കും. ചെളുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, കേരളത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു. ചെളുക്ക അതായത് അതിന്റെ സ്കിന്നാണ് പറയുന്നത്. അതിന്റെ മീനിന്റെ സ്കിന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ, പൊടിയായിട്ട് നമ്മൾ ഫിഷൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് സ്കിന്ന് റിമൂവ് ചെയ്യാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നാണെങ്കിൽ അവർ കറക്റ്റായിട്ട് സ്കിൻ റിമൂവ്. അപ്പൊ അങ്ങനെ സ്കിന്നുകളും അതുപോലെ തന്നെ സ്കെയിൽസുകളും ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഫിൻഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, അവരെങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിറകുകൾ കൊണ്ടാണ്, മീനിന്റെ ചിറകുകൾ കൊണ്ട് നീന്തിയൊക്കെയാണ് അവർ മൂവ് ചെയ്യുന്നത്. അപ്പൊ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിൻസ്. ഓക്കെ, അതാണ് അവർ മൂവ് ചെയ്യുന്നത്. അപ്പൊ അത്തരം മീനുകളെയാണ് നമ്മൾ ഫിൻഫിഷ് എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് കാണാവുന്ന മീനുകളാണ് ഇതെല്ലാം ഫിൻഫിഷ്. നമ്മൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത്
കുളത്തിലും പുഴയിലൊക്കെ കടലിലൊക്കെ കാണുന്ന സാധാരണ മീൻ, അതായത് ചിറകുകളും ഇതൊക്കെ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? ഫിൻ ഫിഷ് എന്ന് പറയാം കേട്ടോ. പക്ഷെ അതിനൊരു പ്രത്യേകത വെർട്ടിബ്രേറ്റ്സ് ആണ്. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നട്ടെല്ലുണ്ട്. ഓക്കെ, അതായത് മുള്ളു പോലെ നട്ടെല്ല് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഫിൻ ഫിഷിന്റെ പ്രത്യേകതകളും ഫിൻ ഫിഷ് കണ്ടാൽ എന്താണ്. അപ്പോൾ അത് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ ഫിഷ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഫിൻ ഫിഷ് ആയിരിക്കും ആദ്യം വരിക. ഓക്കെ, അപ്പോൾ ഫിൻ ഫിഷ് മാത്രമല്ല ക്ലാസിഫിക്കേഷനിൽ ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് വേറെയുണ്ട്. അപ്പോൾ ഫിൻ ഫിഷ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ ഫിൻ ഫിഷിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഓയിലി അല്ലെങ്കിൽ റൗണ്ട് ഫിഷ്, വൈറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫിഷ്, അല്ലെ? ഓയിലി അല്ലെങ്കിൽ റൗണ്ട് ഫിഷ്, വൈറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫിഷ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സി എന്താണ്. ആദ്യം നമുക്ക് ഓയിലി അല്ലെങ്കിൽ റൗണ്ട് ഫിഷിലേക്ക് പോകാം. ഓക്കെ, ഓയിലി ആൻഡ് റൗണ്ട് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പറയും. ഓയിലി ഫിഷ് എന്ന് പറയും, റൗണ്ട് ഫിഷ് എന്ന് പറയും. They are mainly round fish with a fat in their body. അതായത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, എക്സാക്ട് റൗണ്ട് അല്ല, ഒരു ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിരിക്കും മീൻ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ആ മത്സ്യം ഉണ്ടായിരിക്കുക. They will be having fat all over the body. ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൊഴുപ്പ് അല്ലെങ്കിൽ എണ്ണ ഒക്കെ, നെയ്യ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത്രയും നെയ്യുകൾ കൂടുതലുള്ളതും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഓയിലി ഫിഷ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഓയിലി ഫിഷിന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിളാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മത്സ്യം, അല്ലെങ്കിൽ ഡെയിലി വളരെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിഷുകളാണ് രണ്ടെണ്ണം. അതിന് എക്സാമ്പിളാണ് ഒന്ന് മെക്രയിലും അതുപോലെ തന്നെ സാർഡിനെ. മെക്രയിൽ ആൻഡ് സാർഡിനെ, അതായത് മെക്രയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയല, സാർഡിനെ എന്ന് പറഞ്ഞാൽ മത്തി. ചില സ്ഥലത്ത് നമ്മൾ ചാള എന്ന് പറയാറുണ്ട്. നോർത്ത് ഭാഗത്ത്, തെക്ക് ഭാഗത്തൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ചാള എന്ന് പറയാറുണ്ട്. നമ്മുടെ മലബാറിലേക്ക് ഇങ്ങോട്ട് പോരുന്തോറും മത്തി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര ആ ഒരു ഫിഷ് അയല അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്കിൻ ആൻഡ് സ്കെയിൽസ് ഉണ്ടായിരുന്ന ഫിൻ ഫിഷ് ആയിരിക്കും. അത് ഫാറ്റ് ആയിരിക്കും, എണ്ണ അതല്ലെങ്കിൽ ഓയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നെയ്യ് എന്നൊക്കെ പറയും, അതുണ്ടായിരിക്കും കൂടുതലായിട്ട്. മേ ബി ഒരു എക്സാക്ട് റൗണ്ട് അല്ലെങ്കിലും ആൾമോസ്റ്റ് ഒരു ഓവൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടുമാണ് എന്ത്? റൗണ്ട് ഫിഷിന് അല്ലെങ്കിൽ ഓയിലി ഫിഷിന് എക്സാമ്പിൾസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ രണ്ടാമത്തത് പോകുന്നത് ഏതാണ്? ഫിൻ ഫിഷിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വൈറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫിഷ്. നമുക്ക് നോക്കാം വൈറ്റ്. ഇപ്പോൾ വൈറ്റ് ആൻഡ് ഫ്ലാറ്റ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് പോലെ തന്നെ റൗണ്ട് അല്ല, ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, വൈറ്റ് ഇൻ കളർ ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, വൈറ്റ് ഇൻ കളർ ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും, പിന്നെ ഓയിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഓയിലി അല്ലെങ്കിൽ റൗണ്ട് ഫിഷിൽ ഓയിൽ നന്നായിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ ഓയിൽ ഉണ്ടായിരിക്കത്തില്ല, വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ ലിവറിൽ മാത്രം, ഫിഷിന്റെ ലിവറിൽ മാത്രമേ ആ ഓയിലി കണ്ടന്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത്തരം ഫിഷുകളെ നമ്മൾ പറയുന്ന പേരാണ് വൈറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫിഷ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് പോംഫ്രെറ്റും സോളും. ഓക്കെ, ഇംഗ്ലീഷ് വാക്കുകൾ, മത്സ്യത്തിന്റെ വാക്കുകൾ നമുക്ക് പരിചിതമല്ല, പക്ഷെ മലയാളത്തിലേക്ക് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് പോംഫ്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവോലി എന്ന് പറയും. ആവോലി ഏകദേശം എല്ലാ ഭാഗത്തും ആവോലി എന്നാണ് പറയാറ്. പിന്നെ വേറൊരു എക്സാമ്പിളാണ് സോൾ. സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്തൾ. ഓക്കെ, മാന്തളിനാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. നങ്ക് എന്ന് ചില സ്ഥലങ്ങളിലേക്ക് പറയാറുണ്ട് തോന്നുന്നു. പല കേരളത്തിലെ പല മീനുകളും നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ അതിനെന്ത് പറയണു എന്നുള്ളത് ഡിഫറൻഷിയേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ കോമൺലി നമ്മൾ മാന്തൾ, സോളിന് മാന്തൾ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പോംഫ്രെറ്റിന് ആവോലിക്ക് നമ്മൾ ആവോലി എന്ന് പറയാറുണ്ട് കേട്ടോ. പോംഫ്രെറ്റിന് ആവോലി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പിക്ചർ നോക്കി മനസ്സിലാക്കി ഈ ഫിഷിന് എന്താണ് പേരെന്ന് നോക്കി നിങ്ങൾ നിങ്ങളുടെ നാടുകളിലൊക്കെ എന്താ പറയുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഫിഷിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഫിഷിന്റെ ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിലാണെന്ന് നമ്മൾ സംസാരിച്ചു. അതിൽ ഫിൻ ഫിഷിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ക്ലാസ് എടുത്തത്. എല്ലാവർക്കും എൻ്റെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ഷെൽ ഫിഷിനെ കുറിച്ച് ക്ലാസ് എടുക്കാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസിൽ നമുക്ക് പോകാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഫിഷിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ മനസ്സിലായി എന്ന് ചോദിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ വൊക്കേഷണൽ ടീച്ചറെ നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.